നമസ്കാരം. മീഡിയ വൺ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. കാതിലെത്തും പത്രങ്ങൾ. ഇന്ന് 2025 ജനുവരി 16 വ്യാഴാഴ്ച. ഞാൻ എം ജയപ്രകാശ്. ഗസ വെടിനിർത്തൽ കരാർ ഇസ്രായേലും ഹമാസും അംഗീകരിച്ചു. വെടിനിർത്തൽ 3 ഘട്ടമായി ജനുവരി 19 മുതൽ എന്നതാണ് മിക്ക പത്രങ്ങളുടെയും പ്രധാന തലക്കെട്ട്. വനനിയമ ഭേദഗതിയിൽ നിന്ന് സർക്കാർ പിന്മാറിയതും ഒന്നാം പേജുകളിൽ പ്രാധാന്യത്തോടെ പത്രങ്ങളിലുണ്ട്. വനനിയമത്തിൽ പിന്നോട്ടടി എന്ന് മാധ്യമവും വനത്തിൽ മനംമാറ്റം എന്ന് മലയാള മനോരമയും വനനിയമത്തിൽ കീഴടങ്ങിയെന്ന് മാതൃഭൂമിയും തലക്കെട്ടു നൽകി. എടക്കരയിൽ കാട്ടാന വീട്ടമ്മയെ ചവിട്ടിക്കൊന്നു. നിലമ്പൂരിൽ 10 ദിവസത്തിനിടെയുണ്ടായ രണ്ടാമത്തെ മരണമാണിത്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ ഏകദിന സ്കോർ നേടി ഇന്ത്യൻ ടീം. 5 വിക്കറ്റിന് 435 റൺസാണ് സ്കോർ. പത്രവാർത്തകൾ നോക്കാം വിശദമായി. ആദ്യം മാധ്യമത്തിലേക്ക്. ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ, യുദ്ധവിരാമം എന്ന് തലക്കെട്ട്. 1,00,000-ഓളം ഫലസ്തീനികളുടെ ജീവനെടുത്തും പശ്ചിമേഷ്യയെ വൻ യുദ്ധത്തിന്റെ മുൾമുനയിൽ നിർത്തിയും 15 മാസത്തിലേറെയായി തുടരുന്ന സംഘർഷത്തിന് താൽക്കാലിക വിരാമം കുറിച്ച് ഗസയിൽ വെടിനിർത്തൽ. US-ഉം ഖത്തറും ഈജിപ്തുമടക്കം രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ മാസങ്ങൾ നീണ്ട നീക്കങ്ങൾക്കൊടുവിൽ ബുധനാഴ്ച ഹമാസും ഇസ്രായേലും വെടിനിർത്തൽ കരാർ അംഗീകരിച്ചു. ജനുവരി 19 കരാർ പ്രാബല്യത്തിൽ വരുമെന്ന് ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽഥാനി രാത്രി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കൃത്യസമയം പിന്നീട് പ്രഖ്യാപിക്കും. ഇരുഭാഗവും കരാർ പാലിക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ ഈജിപ്തും അമേരിക്കയുമായി ചേർന്ന് ഖത്തർ ശ്രമം നടത്തുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. വെടിനിർത്തൽ കരാർ US പ്രസിഡന്റ് ജോ ബൈഡനും സ്ഥിരീകരിച്ചു. ബന്ദികൾ ഉടൻ തന്നെ വീടുകളിലേക്ക് മടങ്ങുമെന്നും അദ്ദേഹം പറഞ്ഞു. ഗസയിൽ നിന്ന് ഘട്ടം ഘട്ടമായി സൈനിക പിന്മാറ്റവും ബന്ദികളുടെ കൈമാറ്റവും പലസ്തീനിൽ തടവുകാരുടെ മോചനവും കരാറിന്റെ ഭാഗമായി നടപ്പാക്കും. 3 ഘട്ടങ്ങളിലാകും വെടിനിർത്തൽ. 6 ആഴ്ച നീളുന്ന ആദ്യഘട്ടത്തിൽ സ്ത്രീകൾ, കുട്ടികൾ, വൃദ്ധർ എന്നിങ്ങനെ 33 ബന്ദികളെയാകും വിട്ടയക്കുക. പരിക്കേറ്റവർ, രോഗികൾ എന്നിവരെയും മോചിപ്പിക്കും. 3 ബന്ദികൾ 3-ാം ദിവസം മോചിതരാകും. 7-ാം നാൾ 4 പേരും 14-ാം ദിനത്തിൽ 3 പേരും പുറത്തെത്തും. 28, 35 ദിവസങ്ങളിൽ 3 പേർ വീതം മോചിതരാകും. കരാർ പ്രകാരം അവശേഷിച്ചവർ അവസാന ആഴ്ചയിലാകും പുറത്തെത്തുക. ഇസ്രായേൽ സേനാ പിന്മാറ്റവും അനുബന്ധമായി ആരംഭിക്കും. 2, 3 ഘട്ടങ്ങളുടെ വിശദാംശങ്ങൾ വെടിനിർത്തലിന്റെ 16-ാം നാൾ ആരംഭിക്കും. 2 ഘട്ടത്തിൽ പട്ടാളക്കാർ, റിസർവ് സേനാംഗങ്ങൾ എന്നിവരാകും വിട്ടയക്കപ്പെടുക. പകരമായി ഫലസ്തീൻ തടവുകാരുടെ മോചനവും നടക്കും. 1000 ഫലസ്തീൻ തടവുകാരെ വിട്ടയക്കാമെന്ന് സമ്മതിച്ചതിൽ 190 പേർ 15 വർഷമോ അതിലേറെയോ ജയിൽ ശിക്ഷ വിധിക്കപ്പെട്ടവരാണ്. അതേ ഘട്ടത്തിൽ വടക്കൻ ഗസയിലേക്ക് മടക്കവും അനുവദിക്കും. 23 ലക്ഷം ജനസംഖ്യയുള്ള ഗസയിൽ ഒരിക്കലെങ്കിലും പലായനം ചെയ്യാത്തവർ അത്യപൂർവമാകും. ഗസയുടെ പുനർനിർമ്മാണത്തിന് 3-ാം ഘട്ടത്തിൽ പദ്ധതി തയ്യാറാക്കി. ഈ ഘട്ടത്തിലും ഇസ്രായേൽ സേന ഗസയിൽ തുടരും. 2023 ഒക്ടോബറിൽ ഹമാസ് ആക്രമണത്തിൽ 251 ബന്ദികളെ പിടികൂടിയതിൽ 94 പേരാണ് ഇപ്പോഴും ഹമാസ് പിടിയിലുള്ളത്. ഇവരിൽ 60ഓളം പേർ മാത്രമാണ് ജീവനോടെയെന്നാണ് അനുമാനം. ബന്ദികളുടെ മോചനത്തിന് പകരമായി 1000 ഫലസ്തീനികളെ ഇസ്രായേൽ വിട്ടയക്കും. പൂർണ്ണ യുദ്ധവിരാമമെന്ന ഹമാസിന്റെ ആവശ്യവും ഹമാസിനെ നാമാവശേഷമാക്കുകയെന്ന ഇസ്രായേൽ മോഹവും വെടിനിർത്തൽ കാലത്ത് സഫലമാകില്ലെന്നതാണ് സവിശേഷത. ഹമാസുമായി കരാറിൽ നിന്ന തീവ്ര വലതുപക്ഷ നിലപാടിലും മാറ്റമുണ്ടായിട്ടുണ്ട്. അതേസമയം വെടിനിർത്തൽ നീക്കങ്ങൾ അവസാന മണിക്കൂറിലായിട്ടും ഗസയിലെ റഫ, ബുറൈജ് അഭയാർത്ഥി ക്യാമ്പുകളിൽ ഇസ്രായേൽ നടത്തിയത് കനത്ത ആക്രമണമാണ്. ദെയ്റുൽ ബലഹ്, നുസൈറാത്ത് എന്നിവിടങ്ങളിലെ ആക്രമണങ്ങളിൽ 6 പേരും കൊല്ലപ്പെട്ടു. 24 മണിക്കൂറിനിടെ 62 പേരാണ് ഗസയിൽ കൊല്ലപ്പെട്ടത്. വെസ്റ്റ് ബാങ്കിൽ 6 ഫലസ്തീനികളെയും ഇസ്രായേൽ സേന വധിച്ചു. 4 പേർ ഖസാം ബ്രിഗേഡ് അംഗങ്ങളായിരുന്നുവെന്ന് സംഘടന സ്ഥിരീകരിച്ചു.
ഗസയിൽ ആഹ്ലാദരാവ്. ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ സമാധാന കരാറിന് ധാരണയാകുമ്പോൾ ഇസ്രായേൽ ആക്രമണത്തിൽ തകർന്ന ഗസയുടെ തെരുവുകളിൽ ഫലസ്തീൻകാർ ആഹ്ലാദാരവം മുഴക്കുകയായിരുന്നു. ചൂളമടിച്ചും കൈകൊട്ടിയും ദൈവത്തിന് സ്തുതി പറഞ്ഞും നൂറുകണക്കിന് ആളുകൾ തെരുവുകളിലിറങ്ങി. വീടുകളിൽ നിന്ന് ഒഴിഞ്ഞുപോകാൻ നിർബന്ധിതരായ അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയുന്നവരാണ് ഇവരിൽ പലരും. എനിക്ക് സന്തോഷമായി, ഞാൻ കരയുകയാണ്, പക്ഷേ ഇത് ആനന്ദ കണ്ണീരാണ്, 5 മക്കളുടെ മാതാവായ സ്ത്രീ പറഞ്ഞു. ഗസ സിറ്റിയിൽ നിന്ന് ഒഴിഞ്ഞുപോകേണ്ടി വന്ന ഇവർ ഇപ്പോൾ ദൈർ അൽ ബലഹിലാണ് ഉള്ളത്. പുതിയൊരു ജന്മം കിട്ടിയതുപോലെയാണ് ഇപ്പോൾ തോന്നുന്നതെന്നും അവർ പറഞ്ഞു. അതേസമയം വീടുകളിലേക്ക് തിരിച്ചുവരാനൊരുങ്ങുന്ന ഗസ നിവാസികൾക്ക് അധികൃതർ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. കനത്ത ബോംബാക്രമണം നടന്ന പ്രദേശങ്ങളിൽ നിന്നും തകർക്കപ്പെട്ട വീടുകളിൽ നിന്നും അകന്നു നിൽക്കാൻ ജനങ്ങൾക്ക് നിർദ്ദേശം നൽകി. പൊട്ടാതെ അവശേഷിക്കുന്ന ബോംബുകൾ കരുതിയിരിക്കണമെന്നും വലിയ ആൾക്കൂട്ടങ്ങൾ ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട്. അതേസമയം ഹമാസ് ബന്ദികളാക്കിയവരിൽ എല്ലാവരെയും ഉടൻ തന്നെ തിരിച്ചെത്തിക്കണമെന്ന് ബന്ധുക്കൾ ആവശ്യപ്പെട്ടു. കരാർ പൂർണ്ണമായി നടപ്പായേക്കില്ലെന്ന ആശങ്കയും അവർ പ്രകടിപ്പിച്ചു. ഇസ്രായേലിന് ലക്ഷ്യങ്ങൾ ബാക്കി, കീഴടങ്ങിയില്ല എന്ന വിശ്വാസത്തിൽ ഹമാസ്. 466 ദിവസം നീണ്ട കൊടിയ ആക്രമണങ്ങൾക്ക് ശേഷവും പ്രഖ്യാപിതവും ഗൂഢവുമായ ലക്ഷ്യങ്ങളിൽ പലതും സാധ്യമാക്കാനാകാതെയാണ് ഇസ്രായേൽ വെടിനിർത്തലിന് തയ്യാറാകുന്നത്. ഹമാസിനാകട്ടെ അതിമാരകമായ പ്രഹരങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നെങ്കിലും സൈനികപരമായി സമ്പൂർണ്ണമായി കീഴടങ്ങിയില്ല എന്ന ആശ്വാസം ബാക്കി. ഈ കെടുതികളിൽ നിന്ന് രാഷ്ട്രീയമായും സായുധമായും എങ്ങനെ ഉയർത്തെഴുന്നേൽക്കുമെന്നതാണ് ഹമാസ് നേരിടാനിരിക്കുന്ന പ്രധാന വെല്ലുവിളി. ദശകങ്ങളോളം ഹമാസിന്റെ മുഖവും മസ്തിഷ്കവുമായിരുന്ന നേതൃനിര ഏതാണ്ട് പൂർണ്ണമായി ഇല്ലാതായിരിക്കുന്നു. സ്ഥാപക നേതാക്കളിൽ അധികമാരും ഇനി ജീവിച്ചിരിപ്പുമില്ല. 4 പതിറ്റാണ്ടിലേക്കടുക്കുന്ന പ്രവർത്തന ചരിത്രത്തിലെ എക്കാലത്തെയും വലിയ പ്രതിസന്ധിക്ക് മുന്നിലാണ് അവരിപ്പോൾ. ഹമാസ് നേതൃത്വത്തെ തുടച്ചു നീക്കുക, അവരുടെ സായുധശേഷി ഇല്ലാതാക്കുക, ബന്ദികളെ തിരിച്ചുകൊണ്ടുവരിക തുടങ്ങിയ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾക്കൊപ്പം നിഗൂഢമായ പല പദ്ധതികളും ഇസ്രായേലിനുണ്ടായിരുന്നുവെന്ന് സർക്കാർ സൈനിക തലത്തിലെ പ്രമുഖ വ്യക്തികളുടെ പ്രസ്താവനകളിൽ നിന്ന് കഴിഞ്ഞ മാസങ്ങളിൽ വ്യക്തമായിരുന്നു. 48-ലും 67-ലും ഉണ്ടായതുപോലെ വലിയ അഭയാർത്ഥി പ്രവാഹം ഗസയിൽ നിന്ന് ഈജിപ്തിലേക്ക് സീനായിലേക്കുണ്ടാകുമെന്ന് ഇസ്രായേൽ പ്രതീക്ഷിച്ചിരുന്നു. 2005-ൽ ഗസയിൽ നിന്ന് ഒഴിപ്പിച്ച കുടിയേറ്റ കേന്ദ്രങ്ങൾ കൂടുതൽ വിശാലമായി പുനഃസ്ഥാപിക്കാനുള്ള ആലോചനകളും പല തലങ്ങളിൽ നടന്നു. ഈ കോലാഹലങ്ങൾക്കിടയിൽ വെസ്റ്റ് ബാങ്ക് പൂർണ്ണമായും അനക്സ് ചെയ്യാനുള്ള പദ്ധതികളും പുരോഗമിച്ചു. സ്ത്രീകളും പിഞ്ചു കുഞ്ഞുങ്ങളുമടക്കം 1,00,000-ഓളം മനുഷ്യരെ കൊന്നൊടുക്കിയും ഗസയിലെ ഭൗതിക സംവിധാനങ്ങളെല്ലാം ഭസ്മമാക്കിയും ഇസ്രായേൽ വിജയം കൊണ്ടാടുന്നുണ്ടെങ്കിലും അവരുടെ ലക്ഷ്യങ്ങളിൽ പലതും പാതി വഴിയിൽ ഇടിച്ചു നിൽക്കുകയാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ വ്യക്തമാകും. വനനിയമത്തിൽ പിന്നോട്ടടി, ജനങ്ങളെ പ്രയാസപ്പെടുത്തുന്ന നിയമഭേദഗതി ഉണ്ടാകില്ലെന്ന് മുഖ്യമന്ത്രി. ഭരണമുന്നണിയിലെ വിയോജിപ്പുകൾക്കും മലയോര മേഖലയിലെ ആശങ്കകൾക്കും രാഷ്ട്രീയ കോലാഹലങ്ങൾക്കുമിടെ വിവാദ വനം നിയമ ഭേദഗതി ഉപേക്ഷിക്കാൻ മന്ത്രിസഭാ തീരുമാനം. വനം ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട പ്രചാരണങ്ങൾ വഴി ആശങ്കകൾ സൃഷ്ടിക്കപ്പെടുന്നുവെന്നും ജനങ്ങളെ പ്രയാസപ്പെടുത്തുന്നതോ ആശങ്കയിലാക്കുന്നതോ ആയ ഒരു നിയമ ഭേദഗതിയും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ലെന്നും തീരുമാനം വാർത്താസമ്മേളനത്തിൽ വിശദീകരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. നിയമഭേദഗതിക്കെതിരെ UDF 27 മുതൽ മലയോര സമരപ്രചാരണ ജാഥ നടത്താൻ തീരുമാനിച്ചിരുന്നു. ഭേദഗതിക്കെതിരെ ഭരണകക്ഷിയായ കേരള കോൺഗ്രസ് മാണി വിഭാഗവും രംഗത്തു വന്നിരുന്നു. ഇതിനിടെയാണ് മന്ത്രിസഭായോഗം വിഷയം ചർച്ച ചെയ്യുന്നതും നിയമഭേദഗതി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചതും. ഏതെങ്കിലും വകുപ്പുകളിൽ നിക്ഷിപ്തമാകുന്ന അധികാരം ദുർവിനിയോഗം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടെന്ന ആശങ്ക സർക്കാർ ഗൗരവമായി കാണുന്നുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തിൻ്റെ ജനസാന്ദ്രതയും ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളും ജീവിത രീതികളും കണക്കിലെടുക്കുന്നതാവണം വനനിയമ ഭേദഗതി. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കണം. അതേസമയം നീതിരഹിതമായ രീതിയിൽ വനവും വനവിഭവങ്ങളും ചൂഷണം ചെയ്യപ്പെടരുത്. എന്നാൽ 1961 കേരള വനനിയമത്തിൽ ഇപ്പോൾ പറയുന്ന ഭേദഗതി നിർദ്ദേശങ്ങൾ
ആരംഭിക്കുന്നത് 2013 UDF കാലത്താണെന്നും അന്നത്തെ അഡീഷണൽ പ്രിൻസിപ്പൽ ഫോറസ്റ്റ് കൺസർവേറ്റർ തയ്യാറാക്കിയ കരട് ബില്ലിലാണ് തുടക്കമെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. ഭാഗവത്തിന്റെ സ്വാതന്ത്ര്യ പരാമർശം രാജ്യദ്രോഹത്തിന് തുല്യമെന്ന് കോൺഗ്രസ്. അയോധ്യയിലെ രാമക്ഷേത്ര സമർപ്പണത്തിന് ശേഷമാണ് ഇന്ത്യക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യം ലഭിച്ചതെന്ന RSS മേധാവി മോഹൻ ഭാഗവത്തിന്റെ പ്രസ്താവനയ്ക്കെതിരെ കോൺഗ്രസ്. പുതിയ ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടന വേളയിലാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ആഞ്ഞടിച്ചത്. അത്തരം പ്രസ്താവനകൾ തുടർന്നാൽ ഭാഗവത്തിന് രാജ്യത്ത് സഞ്ചരിക്കാൻ ബുദ്ധിമുട്ടാകുമെന്ന് ഖാർഗെ മുന്നറിയിപ്പ് നൽകി. പരാമർശം രാജ്യദ്രോഹത്തിന് തുല്യമാണെന്നും ഓരോ ഇന്ത്യക്കാരനെയും അപമാനിക്കുന്നതാണെന്നും രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടവും ഭരണഘടനയും അസാധുവാണെന്നാണ് ഭാഗവത് പറയുന്നത്. മറ്റേത് രാജ്യമായാലും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് വിചാരണ ചെയ്യും. ഇന്ത്യക്ക് 1947 സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ലെന്ന് പറയുന്നത് ഓരോ ഇന്ത്യക്കാരനെയും അപമാനിക്കലാണ്, രാഹുൽ പറഞ്ഞു. BJPയും RSSും രാജ്യത്തെ ഓരോ സ്ഥാപനത്തെയും പിടിച്ചെടുത്തിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ BJPയുമായും RSSുമായും ഇന്ത്യൻ ഭരണകൂടവുമായും പോരാടുകയാണെന്നും രാഹുൽ പറഞ്ഞു. എന്നാൽ ഇന്ത്യൻ ഭരണകൂടവുമായി പോരാടുകയാണെന്ന രാഹുലിന്റെ പ്രസ്താവനയ്ക്കെതിരെ BJP രംഗത്തെത്തി. സ്വന്തം നേതാവിന്റെ പ്രസ്താവനയിലൂടെ രാജ്യത്തിനെതിരെ പോരാടുന്ന കോൺഗ്രസിന്റെ വികൃതമുഖം വെളിച്ചത്തായിരിക്കുകയാണെന്ന് BJP അധ്യക്ഷൻ JP നഡ്ഡ കുറ്റപ്പെടുത്തി. ഇന്ത്യക്കെതിരെ പോരാടുന്ന രാഹുൽ എന്തിനാണ് ഭരണഘടന കയ്യിലേന്തുന്നതെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ചോദിച്ചു. രാഹുലിന്റെ പ്രസ്താവന ജോർജ് സോറോസിന്റെ പ്ലേബുക്കിൽ നിന്നെടുത്തതാണെന്ന് അദ്ദേഹം എക്സിൽ കുറിച്ചു. വിവാദ പ്രസ്താവന, മെറ്റ മാപ്പ് പറഞ്ഞു. വിവാദ പ്രസ്താവനയെ തുടർന്ന് വിളിച്ചുവരുത്തി വിശദീകരണം തേടാൻ പാർലമെന്ററി സമിതി തീരുമാനിച്ചതിനിടയിൽ സാമൂഹിക മാധ്യമ സ്ഥാപനമായ മെറ്റ മാപ്പ് പറഞ്ഞു. മനഃപൂർവ്വമല്ലാത്ത തെറ്റാണ് സംഭവിച്ചതെന്ന് മെറ്റ ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് ശിവനാഥ് തുക്രാൽ പറഞ്ഞു. കോവിഡിന് ശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലെ ഭരണകക്ഷി പരാജയപ്പെട്ടെന്ന് മെറ്റ ചെയർമാൻ മാർക്ക് സുക്കൻബർഗ് പറഞ്ഞതിനെക്കുറിച്ചാണ് മെറ്റയുടെ മാപ്പ് പറച്ചിൽ. മാപ്പ് പറഞ്ഞ സാഹചര്യത്തിൽ മെറ്റ വിവാദം അവസാനിച്ചെന്നും സമിതിയുടെ ഉത്തരവാദിത്വം അവസാനിച്ചെന്നും IT മന്ത്രാലയത്തിന്റെ പാർലമെന്ററി സ്റ്റാൻഡിംഗ് സമിതി അധ്യക്ഷൻ നിഷികാന്ത് ദുബെ പ്രതികരിച്ചു. രാജ്യാന്തര ക്രിക്കറ്റിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ ഏകദിന ടോട്ടൽ കുറിച്ച് വനിതാ ടീം. അയർലൻഡിനെതിരെ നടന്ന 3ാം ഏകദിനത്തിൽ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം 50 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ നേടിയത് 435 റൺസ്. പുരുഷ ടീം 2011 ഇൻഡോറിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ നേടിയ 5-418 ആയിരുന്നു ഇതിനു മുൻപത്തെ ഇന്ത്യയുടെ ഉയർന്ന സ്കോർ. അയർലാൻഡിന്റെ മറുപടി ബാറ്റിംഗ് 31.4 ഓവറിൽ 131 റൺസിൽ അവസാനിച്ചു. 304 റൺസ് വിജയം വനിതാ ഏകദിനത്തിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ മാർജിനിലുള്ളതാണ്. 70 പന്തിൽ സെഞ്ചുറി തികച്ച ക്യാപ്റ്റൻ സ്മൃതി മന്ധന ഇന്ത്യൻ വനിതാ താരത്തിന്റെ വേഗമേറിയ സെഞ്ചുറി എന്ന റെക്കോർഡിന് ഉടമയായി. സ്മൃതിയും സഹ ഓപ്പണർ പ്രതിക റാവലും ചേർന്നുള്ള 233 റൺസിന്റെ 1ാം വിക്കറ്റ് കൂട്ടുകെട്ടാണ് കളി ഇന്ത്യയുടേതാക്കി മാറ്റിയത്. ജയത്തോടെ 3 മത്സര പരമ്പരയിൽ ഇന്ത്യ സമ്പൂർണ്ണ വിജയം നേടി. പിതാവിനെ സമാധിയിരുത്തിയ സംഭവം അന്വേഷണം തടയാനാകില്ലെന്ന് ഹൈക്കോടതി. നെയ്യാറ്റിൻകരയിൽ പിതാവിനെ മക്കൾ സമാധിയിരുത്തിയെന്ന സംഭവത്തിൽ കല്ലറ തുറന്നു പരിശോധിക്കാനുള്ള RDOയുടെ ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചില്ല. സമാധിയായി എന്ന് പറയപ്പെടുന്ന ഗോപൻ സ്വാമിയുടെ ഭാര്യ സുലോചന RDO ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു. ഗോപൻസ്വാമിയുടെ മരണ സർട്ടിഫിക്കറ്റ് എവിടെയെന്ന് ഹൈക്കോടതി ആരാഞ്ഞു. മരണ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ അസ്വാഭാവിക മരണമായി കണക്കാക്കേണ്ടി വരും. കല്ലറ തുറക്കുന്നത് അന്വേഷണത്തിന്റെ ഭാഗമായാണ്. അന്വേഷണം തടയാനാകില്ല. FIR രജിസ്റ്റർ ചെയ്യാനും കല്ലറ തുറക്കാനും പോലീസിന് അധികാരമുണ്ട്. സ്വാഭാവിക മരണമാണോ അസ്വാഭാവിക മരണമാണോ എന്ന് തിരിച്ചറിയണം.
എങ്ങനെയാണ് മരിച്ചതെന്ന് അറിയിക്കാൻ കുടുംബത്തോടും ആവശ്യപ്പെട്ടു. RDOയുടെ നടപടി തങ്ങളുടെ വിശ്വാസത്തിനും ആചാരത്തിനും എതിരാണെന്നും ഹൈന്ദവ നിന്ദയാണെന്നും ഹർജിയിൽ പറഞ്ഞിരുന്നു. തങ്ങളുടെ ഭാഗം കേൾക്കാതെയാണ് RDO ഉത്തരവിട്ടത്. അധികാരപരിധി മറികടന്നാണ് RDOയുടെ നടപടിയെന്നും ഹർജിയിൽ പറഞ്ഞു. ജസ്റ്റിസ് CS ഡയസ് ഹർജി അടുത്തയാഴ്ച പരിഗണിക്കാൻ മാറ്റി. അന്തിമവിധി അനുസരിക്കുമെന്ന് ഗോപന്റെ കുടുംബം. ഹൈക്കോടതിയുടെ അന്തിമവിധി അനുസരിക്കുമെന്ന് നെയ്യാറ്റിൻകര ആറാലുമൂട് കാവുംവിളാകം സിദ്ധൻ ഭവനിൽ ഗോപന്റെ കുടുംബം. തങ്ങളുടെ ഭാഗം കൂടി കേട്ട ശേഷമേ അന്തിമവിധി പുറപ്പെടുവിക്കാവൂ എന്ന് കോടതിയോട് അഭ്യർത്ഥിക്കുന്നു. പരാതി ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു. ഗോപനെ കാണാനില്ല എന്ന പരാതിയുമായി പോലീസ് സ്റ്റേഷനിലെത്തിയ അയൽക്കാരൻ ഉൾപ്പെടെയുള്ളവർക്ക് കോടതി നോട്ടീസ് അയച്ചതായി അറിഞ്ഞു. തങ്ങളുടെ ഭാഗം കൂടി കോടതി കേൾക്കുമെന്നുറപ്പുണ്ട്. അതിനുശേഷം കോടതി പറയുന്നത് അനുസരിക്കുമെന്നും ഗോപന്റെ കുടുംബം വ്യക്തമാക്കി. കാട്ടാനക്കലിയിൽ ഒരു ജീവൻ കൂടി. ആദിവാസി വീട്ടമ്മ കൊല്ലപ്പെട്ടു. മലപ്പുറം ജില്ലയിൽ 10 ദിവസത്തിനിടെ രണ്ടാമത്തെ മരണം. വളർത്തുമൃഗങ്ങളെ തീറ്റാൻ കാട്ടിൽ കയറിയ ആദിവാസി വീട്ടമ്മ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. മുത്തേടം ഉച്ചക്കുളം നഗറിലെ കരിയന്റെ ഭാര്യ സരോജിനിയാണ് കൊല്ലപ്പെട്ടത്. മലപ്പുറം ജില്ലയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ 10 ദിവസത്തിനിടെ രണ്ടാമത്തെ മരണമാണിത്. കരുളായു ഉൾവനത്തിൽ ചോലനായ്ക്കർ യുവാവ് പൂച്ചപ്പാറ മണി മരിച്ചത് കഴിഞ്ഞ 4-നാണ്. ആദിവാസി നഗറിൽ നിന്ന് 100 മീറ്റർ മാത്രം അകലെ വെച്ചാണ് വനവിഭവങ്ങൾ ശേഖരിക്കുന്നതിനിടെ സരോജിനി ഉൾപ്പെട്ട സംഘത്തിനു നേരെ ആനക്കൂട്ടം പാഞ്ഞെടുത്തത്. ആനയ്ക്ക് മുന്നിൽപ്പെട്ട സരോജിനിയെ തൂക്കിയെടുത്ത് നിലത്തടിച്ച ശേഷം ചവിട്ടുകയായിരുന്നു. ആനകൾ പരിസരം വിട്ട ശേഷം തിരച്ചിൽ നടത്തിയപ്പോഴാണ് ഗുരുതരമായി പരിക്കേറ്റ നിലയിൽ കണ്ടത്. വെള്ളം കൊടുക്കുന്നതിനിടെ മരിച്ചു. ബോബിയോട് ഹൈക്കോടതി നാടകം കളിക്കരുത്. എന്തും വിലക്കെടുക്കാമെന്നാണോ കരുതുന്നതെന്ന് കോടതി. നിരുപാധികം മാപ്പുമായി ബോബി. നടി ഹണി റോസിനെ ലൈംഗികമായി അധിക്ഷേപിച്ചെന്ന കേസിൽ ജാമ്യം നൽകിയിട്ടും ജയിലിൽ നിന്ന് ഇറങ്ങാതിരുന്ന ബോബി ചെമ്മണ്ണൂരിനെതിരെ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് ജാമ്യം നൽകി ഉത്തരവിട്ട ശേഷവും നാടകീയ രംഗങ്ങൾ അരങ്ങേറിയതിലാണ് കോടതി അതൃപ്തി പ്രകടിപ്പിച്ചത്. ജാമ്യത്തുക കെട്ടിവെക്കാനില്ലാത്ത റിമാൻഡ് തടവുകാർക്ക് സഹായമെത്തിക്കാനാണ് ബോബി ജയിലിൽ തുടരുന്നത് എന്നായിരുന്നു വാർത്തകൾ. ഇന്നലെ രാവിലെ കോടതി ചേർന്നപ്പോൾ തന്നെ ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ മുന്നറിയിപ്പോടെ സ്വമേധയാ നടപടികളിലേക്ക് കടക്കുകയായിരുന്നു. ഗവൺമെന്റ് പ്ലീഡറോടും പ്രതിഭാഗം അഭിഭാഷകനോടും രാവിലെ തന്നെ ഹാജരാകാൻ നിർദ്ദേശിച്ചു. ഈ രീതിയിൽ വാ തുറക്കരുതെന്നും ബോബിയോട് പറഞ്ഞിട്ടുണ്ടെന്നും നാക്കുപിഴയാണെന്നും നിരുപാധികം ക്ഷമ ചോദിക്കുന്നുവെന്നും അഭിഭാഷകൻ അറിയിച്ചതോടെയാണ് കോടതി വഴങ്ങിയത്. എന്നാൽ ജാമ്യം റദ്ദാക്കൽ ഉൾപ്പെടെ നടപടിയുണ്ടാകുമെന്ന അഭ്യൂഹം പരക്കുന്നതിനിടെ ബോബി 9:53 കാക്കനാട് ജില്ലാ ജയിലിൽ നിന്ന് ഇറങ്ങി. സ്ഥലത്തുണ്ടായിരുന്ന ഏതാനും ആരാധകർ ജയിൽ പരിസരത്ത് പടക്കം പൊട്ടിക്കാൻ ശ്രമിച്ചത് ബഹളത്തിനിടയാക്കി. പോലീസ് ബലം പ്രയോഗിച്ച് പടക്കം പിടിച്ചെടുത്തു. പ്രഥമദൃഷ്ട്യാ കുറ്റക്കാരൻ വരവ് ഒളിമ്പിക്സ് ജേതാവിനെ പോലെ. പ്രഥമദൃഷ്ട്യാ കുറ്റം ചെയ്തെന്ന് കണ്ടെത്തിയയാളാണ് പ്രതിയെന്ന് കോടതി പറഞ്ഞു. എന്നാൽ ഒളിമ്പിക്സിന് സ്വർണ്ണ മെഡൽ ലഭിച്ചതുപോലെയാണ് ജയിലിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. കോടതിയോട് നാടകം കളിക്കരുത്. ജാമ്യം അനുവദിച്ചാൽ റദ്ദാക്കാനും അറിയാം. റിമാൻഡ് തടവുകാരുടെ വക്കാലത്തെടുക്കാൻ ഹൈക്കോടതിയും ജുഡീഷ്യറിയുമുണ്ട്. ജാമ്യം റദ്ദാക്കി 2 ആഴ്ചയ്ക്കുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കാൻ നിർദ്ദേശം നൽകുമെന്നും കോടതി പറഞ്ഞു. കോടതിയോട് യുദ്ധപ്രഖ്യാപനമാണ് പ്രതി നടത്തിയത്. എന്തും വിലക്കെടുക്കാമെന്നാണോ കരുതുന്നതെന്നും ചോദിച്ചു. സംഭവിച്ച കാര്യങ്ങളിൽ നിരുപാധികം മാപ്പ് പറയുന്നുവെന്നും ഹൈക്കോടതിയോട് ബഹുമാനം മാത്രമാണുള്ളതെന്നും ബോബി ചെമ്മണ്ണൂർ പിന്നീട് പറഞ്ഞു. ജയിലിൽ നിന്ന് പുറത്തു വന്നപ്പോൾ സംഭ്രമത്തിൽ നാക്കുപിഴ പറ്റിയതാണ്. സഹതടവുകാരുടെ വക്കാലത്തെടുക്കാൻ നോക്കിയെന്ന ആരോപണത്തെ ന്യായീകരിക്കുന്നില്ല. ജാമ്യം കിട്ടാത്തവർക്കായി കഴിയുന്ന ധനസഹായങ്ങൾ ചെയ്യുമെന്നും ബോബി ചെമ്മണ്ണൂർ പറഞ്ഞു. പട്ടാള നിയമം നടപ്പാക്കാൻ ശ്രമിച്ച കേസ്. ദക്ഷിണ കൊറിയയുടെ പ്രസിഡന്റ് അറസ്റ്റിൽ. ദക്ഷിണ കൊറിയയിൽ പട്ടാള നിയമം നടപ്പാക്കാൻ ശ്രമിച്ചതിന് ഇംപീച്ച് ചെയ്യപ്പെട്ട പ്രസിഡന്റ് യൂൻ സുക് യൂൽ അറസ്റ്റിലായി.
അധികാരത്തിലിരിക്കെ അറസ്റ്റിലാകുന്ന രാജ്യത്തെ ആദ്യ പ്രസിഡന്റാണ്. 3000-ഓളം പോലീസ് ഓഫീസർമാർ പ്രസിഡന്റിന്റെ മലയോര വസതി വളഞ്ഞാണ് നടപടി. ഈ മാസം 3-ന് അറസ്റ്റിനായി പോലീസ് എത്തിയെങ്കിലും പ്രസിഡന്റിന്റെ സുരക്ഷാഭടന്മാർ തടഞ്ഞതിനാൽ 5 മണിക്കൂർ കാത്തുനിന്ന ശേഷം മടങ്ങേണ്ടി വന്നിരുന്നു. തിരഞ്ഞെടുപ്പിൽ കൃത്രിമം നടന്നെന്നാരോപിച്ചാണ് ഡിസംബർ 3-ന് പ്രസിഡന്റ് പട്ടാള നിയമം പ്രഖ്യാപിച്ചത്. ഡിസംബർ 14-ന് പാർലമെന്റ് വോട്ടിനിട്ട് പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്തു. ഇംപീച്ച്മെന്റ് നടപടി ഭരണഘടനാ കോടതി അംഗീകരിച്ചാൽ മാത്രമേ യൂണിയനെ പുറത്താക്കാനാകൂ. ഉന്നതരുടെ അഴിമതി അന്വേഷിക്കുന്ന കറപ്ഷൻ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസാണ് പ്രസിഡന്റിനെതിരായ കേസ് കൈകാര്യം ചെയ്യുന്നത്. ഭരണഘടന അട്ടിമറിക്കാൻ ശ്രമിച്ചെന്നാണ് കുറ്റം. തെറ്റായ കോടതി പുറപ്പെടുവിച്ച അറസ്റ്റ് വാറന്റിന് നിയമസാധുതയില്ലെന്നും ഈ കേസ് അന്വേഷിക്കാൻ CIOയ്ക്ക് അധികാരമില്ലെന്നുമാണ് പ്രസിഡന്റിന്റെ അഭിഭാഷകരുടെ വാദം. ബംഗ്ലാദേശിൽ അഴിമതി അന്വേഷണം. ബ്രിട്ടനിൽ മന്ത്രി രാജിവെച്ചു. പദവിയൊഴിഞ്ഞത് ഷെയ്ഖ് ഹസീനയുടെ അനിയത്തിയുടെ മകൾ ട്യൂലിപ്പ്. ബംഗ്ലാദേശിലെ ആണവ കരാർ അഴിമതി അന്വേഷണത്തിൽ ഉൾപ്പെട്ട ബ്രിട്ടീഷ് മന്ത്രി ട്യൂലിപ്പ് സിദ്ദിഖ് രാജിവെച്ചു. ബംഗ്ലാദേശിൽ അധികാരത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ അനിയത്തിയുടെ മകളും ബ്രിട്ടനിലെ ട്രഷറി അഴിമതി വിരുദ്ധ മന്ത്രിയുമായ ട്യൂലിപ്പ് സാമ്പത്തിക സ്രോതസ്സുകളുടെ പേരിൽ വിവാദത്തിൽപ്പെട്ടതാണ് രാജിയിൽ കലാശിച്ചത്. വിവാദം മൂലമുള്ള അനാവശ്യ ശ്രദ്ധ ഒഴിവാക്കാനാണ് പദവിയൊഴിയുന്നതെന്ന് അവർ രാജിക്കത്തിൽ വിശദീകരിച്ചു. ഹസീനയുടെ ഇളയ സഹോദരി രഹാനയുടെ മകളാണ് ട്യൂലിപ്പ്. ബംഗ്ലാദേശിലെ $1265 കോടി ആണവ കരാർ അഴിമതിയിൽ ഹസീനയ്ക്കൊപ്പം പേര് ചേർക്കപ്പെട്ടിരുന്നു. അഴിമതി പണം ഹസീനയും കുടുംബാംഗങ്ങളും വിദേശത്തേക്ക് കടത്തിയെന്നാണ് ആരോപണം. ലണ്ടനിലെ കിങ്സ് ക്രോസിലുള്ള ഫ്ളാറ്റ് ഹസീനയുടെ വിശ്വസ്തർ ട്യൂലിപ്പിന് സമ്മാനിച്ചതാണെന്ന വാദവും കത്തിനിൽക്കുകയാണ്. എയർ ഇന്ത്യ എക്സ്പ്രസ് ഗൾഫിലേക്ക് ഇനി ചെക്ക് ഇൻ ബാഗേജ് 30 കിലോ. ഇന്ത്യയിൽ നിന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്ക് 30 കിലോ ചെക്ക് ഇൻ ബാഗേജ് ഇന്ത്യയിൽ നിന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്ക് 30 കിലോ ചെക്ക് ഇൻ ബാഗേജ് അനുവദിച്ച് എയർ ഇന്ത്യ എക്സ്പ്രസ്. ബുധനാഴ്ച മുതൽ തീരുമാനം പ്രാബല്യത്തിലായി. 2 ബാഗുകളിലായാണ് 30 കിലോ അനുവദിക്കുകയെന്നും അറിയിപ്പിലുണ്ട്. തൂക്കം അധികമായാൽ പണം നൽകേണ്ടി വരും. നേരത്തെ 20 കിലോ ചെക്ക് ഇൻ ബാഗേജായിരുന്നു അനുവദിച്ചിരുന്നത്. ഗൾഫിൽ നിന്ന് ഇന്ത്യയിലേക്ക് നേരത്തെ 30 കിലോയ്ക്ക് അനുമതിയുണ്ടായിരുന്നു. ഇന്നത്തെ കാതിലെത്തും പത്രങ്ങൾ അവസാനിക്കുകയാണ്. ഇനി നാളെ. നന്ദി, നമസ്കാരം.